അപ്പോൾ നമ്മുടെ ബസൂക്ക വരികയാണ്. അതുപോലെ തന്നെ മോഹൻലാലിൻ്റെ ബറോസ് രണ്ടും കൂടി ഒരു വലിയൊരു ഫൈറ്റിലോട്ട് പോകുമോ തിയേറ്റർ അടുത്ത മാസം? അല്ല, ബറോസ് എനിക്ക് വലിയ പ്രതീക്ഷയില്ല. കാരണം അത് സ്ക്രിപ്റ്റിലെല്ലാം ഒരുപാട് പ്രശ്നം വന്നിട്ടുണ്ട്. ബറോസ് എങ്ങനെ വരുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ബസൂക്ക് പ്രതീക്ഷയുണ്ട്. ബസൂക്ക കല്ലൂർ ദിനേശിൻ്റെ മകനാണ്. ഒരു സ്റ്റൈലേഷ് മമ്മൂട്ടി, നമ്മുടെ ഭീഷ്മ അല്ലെങ്കിൽ ബിഗ് ബിയിലെ കാണുന്ന പോലെ ദർബോ പോലെയല്ല, ഒരു സ്റ്റൈലേഷ് മമ്മൂട്ടിയെ കാണുന്നു. അത് ഉഗ്രം പടമായി. ഞാനതിൻ്റെ ഭാഗമായതാണ്. നിർഭാഷ ഞാൻ പിന്മാറിയാണ്. പടം ഉഗ്രം പടമായി. ഗ്രേറ്റ് ഫാദറിലെ പോലെ മമ്മൂട്ടിയുടെ ആ സ്റ്റൈലൈസ്ഡ് അഭിനയവും ആ ഭംഗിയാണ് കാണിക്കുന്നത്. ട്രെയിലറിനെ കണ്ടു. പിന്നെ നമ്മൾ അഭിനയിച്ച ബാഡ് ബോയ്സ് ഇറങ്ങുന്നുണ്ട്, പമ്പളിലുണ്ട്. അവരെ ബറോസ് വലിയ പ്രതീക്ഷയില്ല. കാരണം അത് ജിജു പുനേഷിൻ്റെ ഒറിജിനൽ സ്ക്രിപ്റ്റ് ഇവർ മാറ്റിയിട്ടുണ്ട്. അതെങ്ങനെ വരുമെന്ന് അറിയില്ല. ചിലപ്പോൾ ശരിയാവും, ചിലപ്പോൾ മോശം. മാറ്റി വന്നതിന് ജിജു പുനേഷ് പറഞ്ഞാൽ മൈഡിയ കുട്ടിച്ചാറിന് അവാർഡ് കിട്ടിയ ആളാണ്. അയാൾ അത്രയും ബ്രില്യൻ്റ് ആയിട്ടുള്ള ആളാണ്. അയാളുടെ സ്ക്രിപ്റ്റ് മാറ്റേണ്ട ഒരു ആവശ്യമില്ല. ഇവർ കൊമേഴ്സ്യലൈസ് ചെയ്യാൻ വേണ്ടി മാറ്റിയൊക്കെ പറയണം. പിന്നെ ലാലേട്ടൻ്റെ ഫസ്റ്റ് ഡയറക്ഷനാണ്. ഹെൽപ്പുണ്ട്, ടി കെ രാജകുമാർ, സന്തോഷ് ഹെൽപ്പിലുണ്ട്. നല്ലൊരു 10-20 ലാംഗ്വേജിൽ ഇറക്കാവുന്ന നല്ലൊരു ഫിലിമായാലും ഇൻ്റർനാഷണൽ ടോപ്പിക്കായാലും. പക്ഷേ അത് സ്ക്രിപ്റ്റ് മാറ്റിയ പ്രശ്നം പറ്റിയതാണ്. 3Dയിൽ എങ്ങനെ വരുമെന്ന് പറയാൻ പറ്റില്ല. ചിലപ്പോൾ അൺഎക്സ്പെക്റ്റഡ് നന്നായിട്ട് വരാം. പക്ഷേ ഭൂരിഭാഗം അത് ശരിയാവുന്ന ആ സെറ്റിലൂടെ വർക്ക് ചെയ്ത പല ആൾക്കാരല്ലേ എന്നോട് പറഞ്ഞത് അത് ശരിയായിട്ടില്ല പറയണം. ആ സ്ക്രിപ്റ്റ് മാറ്റിയ പ്രശ്നമായത്. കോവിഡ് വന്ന ശേഷം, ലോക്ക്ഡൗൺ വന്ന ശേഷം സ്ക്രിപ്റ്റ് മാറ്റിയവർ. പിന്നെ കൊമേഴ്സ്യലാകാൻ നോക്കി, മാസ് പോലെ ആകാൻ നോക്കി. അതൊക്കെ ജിജു പുനേഷ് സ്ക്രിപ്റ്റ് ആണെങ്കിൽ നന്നായിട്ട് പോയാണ്. ഇതിപ്പോൾ എങ്ങനെ വരുമെന്ന് പറയാൻ പറ്റില്ല. എന്താ പറയുക, ബസൂക്ക് ഉഗ്രനായി. ഗൗതം മേനോൻ ഉഗ്രം പടമായിരിക്കും. ഒരു ടർബോളെ നാടൻ മച്ചാനല്ല, ഒരു സ്റ്റൈലേഷ് മമ്മൂട്ടി കാണിക്കുന്നത്. ഭീഷ്മ പോലെയോ ബിഗ് ബി പോലെയോ അങ്ങനത്തെ ഫിലിമായി. അല്ല, ബസൂക്ക് ഏറ്റാൻ സാധ്യതയുള്ളൂ, എനിക്ക് തോന്നുന്നു. അങ്ങനെയാണ്. മറ്റേതേ വലിയ പ്രതീക്ഷയാണ്. പക്ഷേ ലാലേട്ടൻ ഇനി പ്രതീക്ഷയിൽ എമ്പുരാൻ വന്നിട്ട് വരാൻ സാധ്യതയുണ്ട്. തരുൺമൂർത്തിയുടെ പടം വന്നിട്ട് വരാൻ സാധ്യതയുണ്ട്. റാമിന് എന്തോ പ്രശ്നമുണ്ട്. ബറോസ് എനിക്ക് പ്രതീക്ഷയില്ല. എമ്പുരാൻ ഭയങ്കര ഉഗ്രപടമായിരിക്കും. തരുൺമൂർത്തിയുടെ പടം ഉഗ്രനായിരിക്കും, മോഡലായിട്ടുള്ള. ലാലേട്ടൻ ഇപ്പോൾ കാതൽ പോലെ മൂവീസിലെ കണ്ട് ഇപ്പോഴത്തെ ഓഡിയൻസ് പൾസ് പുള്ളിക്ക് മനസ്സിലാവുന്നുണ്ട്. പുള്ളി തിരിച്ചു വരും. അല്ല, പുള്ളിയുടെ കാലം, ലാലേട്ടൻ്റെ കാലമൊന്നും കഴിഞ്ഞിട്ടില്ല. പുള്ളി എന്തായാലും വരും. ഇതിന് മുമ്പും പലപ്പോഴും പോയിട്ട് തിരിച്ചു വന്നിട്ടുണ്ട്. ലാലേട്ടൻ ഫീൽഡ് ഔട്ടൊന്നും ആയിട്ടില്ല. പടം മോശമായി എന്ത് ചെയ്യും? ലാലേട്ടൻ്റെ എത്രയോ പടം, ലേഡീസ് ജെന്റിൽമാൻ, എത്രയോ പടം വളരെ മോശമായി പോയിട്ടുണ്ട്. അതല്ലേ പ്രശ്നം. അത് പുള്ളിയുടെ ആദ്യത്തെ ഡയറക്ഷനാണ്. അത് മാത്രമല്ല, ഈ സ്ക്രിപ്റ്റ് മാറ്റിയ പ്രശ്നമായത്. ഉഗ്രൻ സ്റ്റോറിയായി. അപ്പോൾ ആദ്യമല്ലേ ലാലേട്ടൻ പ്ലാൻ ചെയ്ത് 10 ലാംഗ്വേജിൽ ഇറക്കത്തൊക്കെ ഇൻ്റർനാഷണൽ ടോപ്പിക്ക് വേണ്ടി ഇൻ്റർനാഷണൽ മൂവിയിട്ട് ഇറക്കണം വിചാരിച്ചതാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് അതിൽ ഒരുപാട് പ്രശ്നം വന്നിട്ടുണ്ട്. പറയാൻ പറ്റില്ല, ചിലപ്പോൾ നന്നായിട്ട് വരികയും ചെയ്യും. 2 പടം വിജയിക്കട്ടെ.